എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന +1 കെമിസ്ട്രിയുടെ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ കൺസെപ്റ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് എന്നിട്ടുള്ള കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുടർന്ന് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആൽക്കലി മെറ്റലിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ റെഡ്യൂസിങ് പവർ ഉള്ളത് എന്നൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ലിഥിയം ആണ്. ആൽക്കലി മെറ്റൽ വിച്ച് ഹാസ് ഹയസ്റ്റ് റെഡ്യൂസിങ് പവർ ലിഥിയം ആണ്. അപ്പോൾ ആൽക്കലി മെറ്റൽസിൻ്റെ നമ്പർ കൂടെ ഒന്ന് ലേണിംഗ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ് ആൽക്കലി മെറ്റൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ഹൈഡ്രജൻ ലിഥിയം, സോഡിയം പൊട്ടാസ്യം, റുബിഡിയം, സീഷ്യം, ഫ്രാൻസിയം. അപ്പോൾ അത്രയാണ് ഫസ്റ്റ് ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽസിൻ്റെ ടാഗിൽ വരുന്ന എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ആൻസർ ലിഥിയം ആണ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയം ഈസ് ഡ്യൂ ടു. എന്തുകൊണ്ടാണ് ലിഥിയം അനോമലസ് പ്രോപ്പർട്ടി കാണിക്കുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് അതിന് അനോമലസ് പ്രോപ്പർട്ടി കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ഡ്യൂ ടു സ്മാൾ സൈസ് ഹൈ പോളറൈസിങ് പവർ. അപ്പം സ്മാൾ സൈസും ഹൈ പോളറൈസിങ് പവർ കൊണ്ടിട്ടാണ് ലിഥിയം അനോമലസ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്. സ്മാൾ അറ്റോമിക് സൈസൊക്കെ കിട്ടാൻ എന്താണ് കാരണം? അതിലേറ്റവും ടോപ്പിലിരിക്കുന്നത് കൊണ്ടിട്ടാണ്. പ്രത്യേകിച്ചും ഡി ഓർബിറ്റൽസ് ഒന്നും ഇല്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഉണ്ട്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ലിഥിയം ആൻഡ് മഗ്നീഷ്യം. ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ക്വസ്റ്റ്യൻ. കാരണം ലിഥിയവും മഗ്നീഷ്യവും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഡയഗണൽ റിലേഷൻ, ഡയഗണലി പ്ലേസ്ഡ് എലമെൻറ്റ്സ് ആണ് ലിഥിയവും മഗ്നീഷ്യവും. അപ്പം നമുക്ക് അതിൻ്റെ എന്തൊക്കെയാണെന്ന്, ഇതൊരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്കിന് ചോദിക്കുന്നത്. അപ്പം ലിഥിയത്തിൻ്റെ മഗ്നീഷ്യത്തിൻ്റെ സിമിലാരിറ്റീസ് എങ്ങനെ പഠിക്കാമെന്ന് ചോദിച്ചാൽ ബോത്ത് ഓഫ് രണ്ടും ഹാർഡറും ലൈറ്ററുമാണ്. ലിഥിയത്തിൻ്റെ മഗ്നീഷ്യത്തിൻ്റെ ഓക്സൈഡുകളായിട്ടുള്ള Li2Oയും MgOയും ഒരിക്കലും എക്സസ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് പെറോക്സൈഡ് ഉണ്ടാകത്തില്ല. അടുത്ത മൂന്നാമത്തത് ലിഥിയം ക്ലോറൈഡ് LiClഉം MgCl2ഉം സോലുബിൾ ഇൻ എത്തനോൾ എന്നതാണ്. അടുത്തത് LiClഉം MgClഉം ഡെലിക്വസെൻ്റ് ഇൻ നേച്ചർ എന്നാണ്. എന്താണ് ഡെലിക്വസെൻ്റ് എന്ന് ചോദിച്ചാൽ അതിന് ലിക്വിഡായിട്ടിരിക്കാനാണ് ഫേവറബിൾ, അല്ലെങ്കിൽ ടെൻഡൻസി ടു ഫോം ലിക്വിഡായിട്ടിരിക്കാനുള്ള ഇഷ്ടക്കൂടുതൽ, ആ ഒരു പേരിന് പറയുന്ന പേരാണ് ഡെലിക്വസെൻ്റ് എന്നത്. അടുത്തത് ലിഥിയത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കാർബണേറ്റ്സ് ഡീകമ്പോസ് ഈസിലി ഓൺ ഹീറ്റിംഗ് ടു ഫോം ഓക്സൈഡും കാർബൺ ഡൈഓക്സൈഡും ആയിട്ട് മാറും. അപ്പോൾ ലിഥിയത്തിൻ്റെ മഗ്നീഷ്യത്തിൻ്റെ കാർബണേറ്റ്സ് ആണെങ്കിൽ നമ്മൾ ഹീറ്റ് ചെയ്താൽ ഡീകമ്പോസ് ചെയ്തിട്ട് ഓക്സൈഡും കാർബൺ ഡൈഓക്സൈഡും ആയിട്ട് മാറും. അപ്പോൾ ഇത്രയും പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്, മനസ്സിലേക്കാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ഓഫ് സോഡിയം കാർബണേറ്റ്. അപ്പോൾ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ഓഫ് സോഡിയം കാർബണേറ്റ് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കിന് ചോദിക്കാം. കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ഓഫ് സോഡിയം കാർബണേറ്റിൻ്റെ പേര് ആദ്യമായിട്ട് അറിഞ്ഞിരിക്കുക, സോൾവേ പ്രോസസ്സ് എന്നതാണ്. ഈ ഒരു പേരെഴുതിയാൽ തന്നെ അതിന് 1 മാർക്ക് കിട്ടും. അപ്പം ഇതൊരു 4 മാർക്കിന് ചോദിച്ചുകൊണ്ടിരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ഓഫ് സോഡിയം കാർബണേറ്റ് ഏതാണ് ആ പ്രോസസ്സ് എന്ന് 1 മാർക്കിന് ചോദിക്കും. അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതുന്നതിന് 3 മാർക്കും. അപ്പോൾ എങ്ങനെയാണ് സോൾവേ പ്രോസസ്സിൽ നടക്കുന്നതെന്ന് നോക്കാം. അമോണിയോ വാട്ടറും കാർബൺ ഡൈഓക്സൈഡും എടുത്തിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് NH4 ടോയ്സ് CO2 ആയിട്ട് മാറും, അമോണിയം കാർബണേറ്റ് ആയിട്ട് മാറും. ആ NH4 ടോയ്സ് CO2വിനെ വാട്ടറും കാർബൺ ഡൈഓക്സൈഡായിട്ട് എഗെയിൻ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അമോണിയം ബൈകാർബണേറ്റ് ഉണ്ടാവും, അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റ് അഥവാ ബൈകാർബണേറ്റ് ഉണ്ടാവും. ആ ബൈകാർബണേറ്റ്, അമോണിയം ബൈകാർബണേറ്റിനെ സോഡിയം ക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പം അമോണിയം ക്ലോറൈഡും സോഡിയം ബൈകാർബണേറ്റ് ഉണ്ടാവും. അതിൽ നിന്നിട്ട് സോഡിയം ബൈകാർബണേറ്റിനെ എടുത്തിട്ട് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സോഡിയം കാർബണേറ്റും കാർബൺ ഡൈഓക്സൈഡും വാട്ടർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് സോഡിയം കാർബണേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സോൾവേ പ്രോസസ്സ് വഴിയിട്ട് സോഡിയം കാർബണേറ്റ് ഉണ്ടാക്കുന്നത്. ഈ ഒരു റിയാക്ഷൻ ഒരു പേപ്പറിൽ 2 പ്രാവശ്യം എഴുതി പഠിച്ചാൽ ഏതൊരു കുട്ടിക്കും മനസ്സിൽ നിൽക്കുന്നതാണ്, വളരെ പാടുള്ളതല്ല, എപ്പോഴും കയറി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഓക്കെ, അപ്പോൾ അത് മനസ്സിലേക്കാണ്. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഹാപ്പൻസ് സോഡിയം ഈസ് ട്രീറ്റഡ് വിത്ത് വാട്ടർ ആൻഡ് അമോണിയ. അതും ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. സോഡിയം വാട്ടറും അതിനുശേഷം അമോണിയയുമായിട്ടും ട്രീറ്റ് ചെയ്താൽ എന്താണ് മാറ്റം ഉണ്ടാവുക എന്ന്. ഓക്കെ, അതിൽ നിന്നും സോഡിയത്തിൻ്റെ വാട്ടറുമായിട്ടുള്ള റിയാക്ഷനും അമോണിയ ആയിട്ടുള്ള റിയാക്ഷനുമാണ് പഠിച്ചു വെക്കേണ്ടത്. സോഡിയവും വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ ഇതാണ്. സോഡിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ സോഡിയം ഹൈഡ്രോക്സൈഡ് H2 ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ. ഇത് പഠിച്ചു വെക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സോഡിയം അമോണിയ ആയിട്ട് ട്രീറ്റ് ചെയ്താൽ എന്താണ് ഉണ്ടാവുന്നതെന്നാണ്. സോഡിയം പ്ലസ് X plus Y NH3 gives Na sodium NH3 X plus
ഈ NH3 ബ്രാക്കറ്റ് ഇട്ടിട്ട് Y. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ആൻസർ എഴുതി കൊടുക്കേണ്ടത്. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇക്വേഷൻ. ഇത് ഇതേപോലെ പഠിക്കണം. ഓക്കെ, ഇത് ഞാൻ വെറുതെ ഒരു ഇക്വേഷൻ എഴുതിയതാണ്, അല്ലാതെ ജനറലായിട്ട് നമുക്ക് സോഡിയത്തിനെ NH3 ആയിട്ട് മിക്സ് ചെയ്താൽ സോഡിയം അമൈഡ് ഉണ്ടാവും. ഇതിനേക്കാൾ ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ആസ് പെർ യുവർ NCERT ടെക്സ്റ്റ് ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത് തെറ്റാണ് എന്നൊന്നും അല്ല, ഇതൊരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കാണുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കോമ്പൗണ്ടും യൂസും ടേബിൾ എയിനനുസരിച്ച് ടേബിൾ B കോളം ഫില്ല് ചെയ്യുക എന്ന ആ ഒരു ടാഗ് ലൈൻ വരുന്ന സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ആൻസറാണ് എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് അതുകൊണ്ട് പെട്ടെന്ന് പഠിക്കാം. ബേക്കിംഗ് സോഡ ആയിട്ടുള്ള NaHCO3 സോഡിയം ബൈകാർബണേറ്റിൻ്റെ യൂസ് എന്ന് പറയുന്നത് ആൻറ്റിസെപ്റ്റിക് ഫോർ സ്കിൻ ഇൻഫെക്ഷൻ ആൻറ്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യും. ഇനി കോസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന സോഡിയം ഹൈഡ്രോക്സൈഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് ബോക്സൈറ്റിൽ യൂസ് ചെയ്യും. ബോക്സൈറ്റ് എന്താണ്? അലൂമിനിയത്തിൻ്റെ ഓറാണ്. അടുത്ത പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് ഡെൻറ്റിസ്ട്രിയിലാണ്. അടുത്ത ലൈംസ്റ്റോണിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് ടൂത്ത് പേസ്റ്റാണ്. അതിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ലൈംസ്റ്റോൺ യൂസ് ചെയ്യണത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വെക്കുക, മേ ബി ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും, ഷുവർ. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ അനദർ AB കോളമാണ്. ഇതും നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്, അടുപ്പിച്ചുള്ള ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. അപ്പം ഇവിടെ A കോളം B കോളം, സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്, അൺഹൈഡ്രസ് കാൽസ്യം സൾഫേറ്റ് ഉണ്ട്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ട്, സോഡിയം ബൈകാർബണേറ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മുടെ Aക്കനുസരിച്ച് B. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നറിയപ്പെടുന്നത് കോസ്റ്റിക് സോഡയാണ്. അടുത്ത അൺഹൈഡ്രസ് കാൽസ്യം സൾഫേറ്റ് എന്ന് പറയുന്നത് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്നറിയപ്പെടുന്ന സാധനമാണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നത് സ്ലെക്കട്ട് ലൈമാണ്, മറന്നു പോകരുത്, ഇങ്ങനെയുള്ളൊരു സ്ഥിരം ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോഡിയം ബൈകാർബണേറ്റ് എന്നത് ബേക്കിംഗ് സോഡയാണ്. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ, ഇത് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. എട്ടാമത്തതും ഒരു ടേബിളാണ്, നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്യുക്ക് ലൈം എന്നറിയപ്പെടുന്നത് കാൽസ്യം ഓക്സൈഡ് ആണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കാൽസ്യം സൾഫേറ്റ് .12H2 ആണ് അതിൻ്റെ ഫോമുല, അങ്ങനെ തന്നെ എഴുതി കൊടുക്കണേ, മറന്നു പോകരുത്. ബ്ലീച്ചിങ് പൗഡർ CaOCl ടോയ്സ്, കാൽസ്യത്തിൻ്റെ ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്, അതുകൊണ്ടാണ് OCl ടോയ്സ് എന്ന് വരുന്നത്. അടുത്ത സ്ലെക്കഡ് ലൈം എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്, CaOH ടോയ്സ് ആണ്. അപ്പം ഇതും മനസ്സിലാക്കി വെക്കണം. ക്യുക്ക് ലൈം CaO ആണ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് CaSO4.12H2 ആണ്, ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത് CaOCl ടോയ്സ് ആണ്, സ്ലെക്കഡ് ലൈം എന്ന് പറയുന്നത് CaOH ടോയ്സ് ആണ്. അടുത്ത 9th ക്വസ്റ്റ്യൻ, നമ്മുടെ ഇങ്ങനെയുള്ള ടേബിൾ മാത്രമാണ് ഈ 4 ഇതിൽ ഉൾപ്പെടുത്തിയത്, ഇതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കും കേട്ടോ, മുഴുവൻ പഠിച്ചിട്ട് നിങ്ങൾ എക്സാമിന് പോകാം. ജിപ്സം കാൽസ്യം സൾഫേറ്റ് ആണ്, സിമൻറ്റ് ആയിട്ട് ലിങ്ക്ഡ് ആയിട്ട് വരുന്ന കാര്യമാണ്. അടുത്ത മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുന്നത് മഗ്നീഷ്യ ഹൈഡ്രോക്സൈഡ് ആണ്, അത് അൻറ്റാസിഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. എന്താണ് അൻറ്റാസിഡ് എന്ന് ചോദിച്ചാൽ നമ്മുടെ വയറ്റിലെ ആസിഡിറ്റി കുറയ്ക്കുന്ന ആൾക്ക് പറയുന്ന പേരാണ് അൻറ്റാസിഡ്. അടുത്തത് വാഷിംഗ് സോഡ എന്നത് സോഡിയം കാർബണേറ്റ് ആണ്. സോഡിയം കാർബണേറ്റിൻ്റെ പ്രിപ്പറേഷൻ, കൊമേഴ്സ്യൽ പ്രിപ്പറേഷൻ പറയുന്ന പേരാണ് സോൾവർ പ്രോസസ്സ്. അടുത്തതായിട്ട് അതിലെ ആൻസർ ആൽക്കലി മെറ്റൽ എന്നുണ്ട്. അപ്പോൾ ഒരു സോഡിയം വയലറ്റ് ഫ്ലെയിം തരുന്നുണ്ട്, അപ്പോൾ വയലറ്റ് ഫ്ലെയിം, അപ്പം ഫ്ലെയിമിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ 4 ഇത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത 10th ക്വസ്റ്റ്യൻ എന്നത് ആൽക്കലി മെറ്റലിൻ്റെ എയറുമായിട്ടുള്ള റിയാക്ഷനാണ്. അപ്പം ഇത് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് ആൽക്കലി മെറ്റൽ എയറുമായിട്ട് റിയാക്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. ആൽക്കലി മെറ്റൽ റിയാക്ട് വിത്ത് എയർ ടു ഫോം ഓക്സൈഡ്സ്, പെറോക്സൈഡ്സ് ആൻഡ് സൂപ്പർ ഓക്സൈഡ്. അതായത് എയർ ഓക്സിഡേഷൻ നടന്നു എന്നാണ് അർത്ഥം. ആൽക്കലി മെറ്റൽ എയറുമായിട്ട് ചേരുമ്പോഴത്തേക്ക് എന്തൊക്കെ ഉണ്ടാവും? ഓക്സൈഡുകൾ ഉണ്ടാവും, പെറോക്സൈഡുകൾ ഉണ്ടാവും, സൂപ്പർ ഓക്സൈഡ് ഉണ്ടാവും. ലിഥിയം ഉണ്ടാവുന്നത് മോണോക്സൈഡ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ലിഥിയം ഒൺലി ഫോം മോണോക്സൈഡ്, സോഡിയം ഒൺലി ഫോം മോണോക്സൈഡ്, പെറോക്സൈഡ്. സോഡിയം മോണോക്സൈഡും പെറോക്സൈഡും ഉണ്ടാവും. ഇതൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും, അതുകൊണ്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വേണം. അപ്പം സോഡിയം എന്ന് പറയുന്നത് മോണോക്സൈഡും പെറോക്സൈഡും ഉണ്ടാവും. ബാക്കിയുള്ള ആൽക്കലി മെറ്റൽസ് എല്ലാം മോണോക്സൈഡും പെറോക്സൈഡ്, സൂപ്പർ ഓക്സൈഡും ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പം ലിഥിയത്തിൻ്റെ മോണോക്സൈഡ് എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് വെച്ചാൽ Li 4Li + O2 gives Li2O
2Li2O, അതാണ് ലിഥിയത്തിൻ്റെ മോണോക്സൈഡ്. ഇനി സോഡിയത്തിൻ്റെ പെറോക്സൈഡ് ഉണ്ടാകുന്ന റിയാക്ഷൻ ടെക്സ്റ്റിലുണ്ട്, അതും എഴുതി കൊടുക്കണം. സോഡിയം പ്ലസ് ഓക്സിജൻ 2Na+O2 ഗീവ്സ് Na2O2. എന്താണ് പെറോക്സൈഡ്? പെറോക്സൈഡ് എന്ന് വെച്ചാൽ പെറോക്സി ലിങ്കേജ് ആണ്. നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, H2O2. അപ്പോൾ പെറോക്സൈഡ് എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് ഓർമ്മ വരണ്ടേ? അവിടുത്തെ ഓക്സിജൻ്റെ ചാർജ് എന്ന് പറയുന്നത് -1 ആണ്. എന്താണ്? പെറോക്സൈഡിലെ ഓക്സിജൻ്റെ ചാർജ് എന്ന് പറയുന്നത് -1 ആണ്. ഓക്കെ, അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അടുത്ത M+O2 ഗീവ്സ് MO2. M എന്ന് പറയുന്നത് പൊട്ടാസ്യം ആവാം, റുബീഡിയം ആവാം, സീഷ്യം ആവാം. ഫ്രാൻസിയത്തെ ഇവിടെ ഉൾപ്പെടുത്താഞ്ഞത് അത് റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ടാണ്. യെസ്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായി കാണുമല്ലോ. ഈ പെറോക്സൈഡിൻ്റെയൊക്കെ മറക്കല്ല, ഇക്വേഷൻ മസ്റ്റാണ്. ഇക്വേഷൻ എഴുതി കൊടുത്താലാണ് നമുക്ക് മുഴുവൻ സ്കോർ അവർ തരിക. അടുത്ത ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ആൽക്കലി മെറ്റലും ലിക്വിഡ് അമോണിയം ചേർക്കുമ്പോഴത്തേക്കും ബ്ലൂ കളർ ഉണ്ടാവുന്നു. എന്തുകൊണ്ടാണ് ആൽക്കലി മെറ്റലും ലിക്വിഡ് അമോണിയം കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ബ്ലൂ കളർ ഉണ്ടാവുന്നതെന്നൊരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അതിന് കാരണം അമോണിയേറ്റഡ് ഇലക്ട്രോൺ ആണ് ഫോംസ്. അങ്ങനെ ആൽക്കലി മെറ്റലും ലിക്വിഡ് അമോണിയം കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഫോംസ് അമോണിയേറ്റഡ് ഇലക്ട്രോൺസ് ഫോം ചെയ്യുന്നു, വിച്ച് അബ്സോർബ് എനർജി ഇൻ ദി വിസിബിൾ റീജിയൻ ആൻഡ് ഗീവ്സ് ബ്ലൂ കളർ ടു ദി സൊല്യൂഷൻ. അപ്പം അമോണിയേറ്റഡ് ഇലക്ട്രോൺസ് ഉണ്ടാകുന്നു. ആ അമോണിയേറ്റഡ് ഇലക്ട്രോൺസ് എനർജി അബ്സോർബ് ചെയ്യുന്നു വിസിബിൾ റീജിയനിൽ നിന്നിട്ടും, ആൻഡ് അത് പ്രൊവൈഡ് ചെയ്യുന്നു ബ്ലൂ കളർ ടു ദി സൊല്യൂഷൻ. മനസ്സിലായല്ലോ? ഫോംസ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ വിച്ച് അബ്സോർബ് എനർജി ഇൻ ദി വിസിബിൾ റീജിയൻ ആൻഡ് ഗീവ്സ് ബ്ലൂ കളർ ടു ദി സൊല്യൂഷൻ. ആ ഒരു ഇക്വേഷൻ മസ്റ്റാണ്. ടെക്സ്റ്റിൽ ഇക്വേഷനാണ്, അതേപോലെ പഠിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കൂടെ പഠിച്ചു വെക്കുന്നത് ടെക്സ്റ്റിൽ ഇക്വേഷനാണ്, അതുകൊണ്ട് അതേപോലെ തന്നെ പഠിക്കേണ്ട ഇക്വേഷനാണ്. M+X+Y NH3 ഗീവ്സ് M NH3X പ്ലസ് ഈ NH3Y മൈനസ്. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കണം, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഇക്വേഷനാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ആൽക്കലി മെറ്റൽ ലിക്വിഡ് അമോണിയം ചേർക്കുമ്പോഴത്തേക്ക് ബ്ലൂ കളർ ഉണ്ടാവുന്നതെന്ന് എല്ലാ കൂട്ടർക്കും മനസ്സിലായി കാണുമല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇത് ഒരു കുഞ്ഞുനാൾ മുതൽ കാണുന്നൊരു ക്വസ്റ്റ്യനാണ്, പക്ഷേ ഇതൊരു സ്ഥിരം ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ടാണ് വെൻ കാർബൺ ഡയോക്സൈഡ് പാസസ് ത്രൂ ലൈം വാട്ടർ ഇറ്റ് ടേൺസ് മിൽക്കി? കാർബൺ ഡയോക്സൈഡ് ലൈം വാട്ടറിലൂടെ കടത്തിവിട്ടാൽ അത് മിൽക്കി ഇൻ അപ്പിയറൻസ് വരും, പക്ഷേ എക്സസ് കാർബൺ ഡയോക്സൈഡ് ആയാൽ അതിൻ്റെ കളർ പോകും. എന്തുകൊണ്ടാണ് കാരണം? അതായിരിക്കും ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ്. അപ്പം കാൽസ്യം കാർബണേറ്റ് ഉണ്ടാവുന്നത് കൊണ്ടിട്ടാണ് അവിടെ മിൽക്കി ഇൻ അപ്പിയറൻസ് വരുന്നത്. വെൻ എക്സസ് കാർബൺ ഡയോക്സൈഡ് ഈസ് ഹിയർ, ഫോർമേഷൻ ഓഫ് കാൽസ്യം ബൈകാർബണേറ്റ്. അപ്പോൾ കാൽസ്യം കാർബണേറ്റ് എന്നുള്ളത് എക്സസ് കാർബൺ ഡയോക്സൈഡ് ആണ് ലൈം വാട്ടറിലൂടെ വരുന്നതെങ്കിൽ കാൽസ്യം ബൈകാർബണേറ്റ് ആയിട്ട് മാറുന്നത് കൊണ്ടിട്ട് അതിൻ്റെ മിൽക്കി കളർ അപ്പിയറൻസ് ഡിസപ്പിയർ ചെയ്ത് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ അതാണ് അവിടെ അറിയേണ്ടതായിട്ടുള്ള കൺസെപ്റ്റ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണിത്. കാൽസ്യം ഹൈഡ്രോക്സൈഡും കാർബൺ ഡയോക്സൈഡ് ചേരുമ്പോഴത്തേക്ക് കാൽസ്യം കാർബണേറ്റ് ഉണ്ടാവുന്നു പ്ലസ് വാട്ടർ. കാൽസ്യം കാർബണേറ്റ് കൊണ്ടിട്ടാണ് ഇവിടെ മിൽക്കി അപ്പിയറൻസ് ഉണ്ടാവുന്നത്. എന്നാൽ എക്സസ് ആയിട്ട് ഇത് വരുവാണെങ്കിൽ കാൽസ്യം കാർബണേറ്റ് പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡയോക്സൈഡ് വരുവാണെങ്കിൽ, കാർബൺ ഡയോക്സൈഡ് എക്സസ് ആവുകയാണെങ്കിൽ കാൽസ്യം HCO3 ടോയ്സ് അല്ലേ? അപ്പം കാൽസ്യം ഹൈഡ്രജൻ കാർബണേറ്റ് ഫോം ചെയ്യുന്നു. അപ്പം കാൽസ്യം കാർബണേറ്റ് ഉണ്ടാകുമ്പോഴാണ് മിൽക്കി ഇൻ അപ്പിയറൻസ് ലൈം വാട്ടറിൽ ഉണ്ടാകുന്നത്. ഇനി കാൽസ്യം ഹൈഡ്രജൻ കാർബണേറ്റ് അല്ലെങ്കിൽ കാൽസ്യം ബൈകാർബണേറ്റ് ഉണ്ടാകുമ്പോഴാണ് മിൽക്കി ഇൻ അപ്പിയറൻസ് ഡിസപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ എന്നത് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ബെറിലിയവും അലൂമിനിയം തമ്മിലുള്ള സിമിലാരിറ്റീസ്. ഡയഗണലി പ്ലേസ്ഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് ബെറിലിയം അലൂമിനിയം. അപ്പം ബെറിലിയം അലൂമിനിയം ആ ഡയഗണലി എലമെൻറ്റ്സ് കാണിക്കുന്ന സിമിലർ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതും ഒരു 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ദേ നോട്ട് റെഡിലി അറ്റാക്ക്ഡ് ബൈ ആസിഡ്. ഈ ബെറിലിയത്തിനെയും അലൂമിനിയത്തിനെയും പെട്ടെന്ന് ആസിഡിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ മെറ്റൽ സർഫസിൽ ഓക്സൈഡ് ഫിലിം ഉണ്ടാവുന്നത് കൊണ്ടിട്ടാണ്. ബിക്കോസ് ഓഫ് പ്രസൻസ് ഓഫ് ഓക്സൈഡ് ഫിലിം ഓൺ ദ സർഫസ്. അടുത്തൊരു പോയിൻ്റാണ്, ബെറിലിയത്തിനും അലൂമിനിയത്തിനും നല്ല ടെൻഡൻസി ഉണ്ട്, സ്ട്രോങ് ടെൻഡൻസി ടു ഫോം കോംപ്ലക്സുകൾ ഉണ്ടാവാൻ നല്ല ടെൻഡൻസി ഉണ്ട്. എക്സാമ്പിളായിട്ട് BeF2 BeF4 മൈനസും AlF6 മൈനസും പഠിച്ചു വെക്കാം. അടുത്ത 3ാമത്തെ സിമിലാരിറ്റീസ് എന്നത് ബോത്ത് ഓഫ് ദെയർ ക്ലോറൈഡ് സോലുബിൾ ഇൻ ഓർഗാനിക് സോൾവെൻറ്റ്. ബെറിലിയത്തിൻ്റെ അലൂമിനിയത്തിൻ്റെയും ക്ലോറൈഡുകൾ ഓർഗാനിക് സോൾവെൻറ്റിൽ നന്നായിട്ട് സോലുബിൾ ആകും. നമുക്കറിയത്തില്ലേ, അത് സ്ട്രോങ് ലോയിസ് ആസിഡായിട്ട് വർക്ക് ചെയ്യും. ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷനിലൊക്കെ അൺഹൈഡ്രസ് AlCl3 ഒക്കെയല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്
ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ ശരിക്കും പറഞ്ഞിരിക്കുന്നത്. ബോത്ത് ഓഫ് ദെയർ ക്ലോറൈഡ് സോലബിൾ ഇൻ ഓർഗാനിക് സോൾവെൻറ്റ്. അത് സ്ട്രോങ് ലൂയിസ് ആസിഡായിട്ട് മാറും. ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരാണത്. അലൂമിനിയം, അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. ഓക്കെ, അടുത്തത് ബെറിലിയവും അലൂമിനിയം. ഈ ബെറിലിയത്തിന് ബെറിലേറ്റ് അയൺ ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് അലൂമിനിയത്തിനുള്ളതുപോലെ. അപ്പം ബെറിലിയം ഫോംസ് ബെറിലേറ്റ് അയൺ. ബെറിലേറ്റ് അയണിൻ്റെ ഫോമിലാണ് BeOH 4 ടൈംസ് 2-. അതുപോലെ അലൂമിനിയത്തിൻ്റെ അലൂമിനേറ്റ് അയണാണ് AlOH 4-. അപ്പം ഈ 4 പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഇതും ഒരു സ്ഥിരം ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്നിട്ട് അറിയാനുള്ളത് നമ്മൾ പ്രീവിയസ് ഇയറിൽ ചോദിക്കുന്ന കൺസെപ്റ്റുകൾ, അതായത് 2 മാർക്കും അതിന് മുകളിലുള്ള കൺസെപ്റ്റുകൾ ആൾമോസ്റ്റ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ടെക്സ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കണം. കാരണം എന്ന് വെച്ചാൽ 1 മാർക്കിന് സാധാരണ ക്വസ്റ്റ്യൻ കണ്ട് ചോദിക്കാറുണ്ട്. അപ്പം ചില കോമൺ നെയിമുകളും അപ്പം അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം അത്രയും നോക്കിക്കൊണ്ട് പോയാൽ നമുക്ക് മുഴുവൻ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്തായാലും 2 മാർക്കിനും അതിൽ കൂടുതൽ മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസും ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ എക്സാം എഴുതട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ.